അസ്സലാമു അലൈക്കും. ഞാനിവിടുത്തെ ഒരു മരുമകളാണ്. ഞാൻ ഇവിടെ ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രം അനുഭവിച്ച ഒരാളാണ്. ഒരുപാട് കുടുംബത്തിൽ നല്ല സ്വരച്ചേർച്ച ഇതൊക്കെ ഉണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമ്മളെ മക്കളെ നല്ല നിലക്ക് സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും ഉപകരിക്കുന്ന രൂപത്തിൽ ഭാവി തലമുറ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെ വലിയൊരു ലക്ഷ്യം. അത് നമുക്കെല്ലാം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ മക്കളെ പറ്റി പരിചയപ്പെടുത്തുകയാണെങ്കിൽ 4 കുട്ടികളാണുള്ളത്. എല്ലാവരും കല്യാണം കഴിച്ചു. മോന് കല്യാണം കഴിച്ചു. എല്ലാവരും നല്ല നിലയിൽ പോവുകയാണ്. പിന്നെ നിങ്ങളൊക്കെ പ്രത്യേകം മക്കളെ കാര്യത്തിലൊക്കെ പ്രാർത്ഥിക്കണം. അസുഖങ്ങളൊന്നും ഇല്ലാതെക്കാനൊക്കെ പ്രാർത്ഥിക്കണമെന്ന്. ഇവരൊക്കെ നിർബന്ധിതാവസ്ഥയിലാണ് നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി കേട്ടോ. പിന്നെ ഭർത്താവുമായിട്ട് വളരെ ഇഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കുകയാണ്. വിഷമങ്ങളും പ്രാരാബ്ദങ്ങളൊന്നും ഇല്ല. പിന്നെ കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ട്, അത്രയേ ഉള്ളൂ. മക്കളൊക്കെ ഒരു മോനാണുള്ളത്, 3 പെൺകുട്ടികളുമാണ്. എല്ലാവർക്കും നല്ല സുഖമാണ്, വിഷമങ്ങളൊന്നുമില്ല. എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾക്ക് 4 മക്കളാണുള്ളത്. ഒരു മോള് ഫാറൂഖ് കോളേജ് BEd പഠിക്കുന്നുണ്ട്. ഇപ്പം പഠിക്കുന്നുണ്ട്. 1 വർഷം കൂടിയുണ്ട്. ഷിഫ്ന എന്നാണ് അവളെ പേര്. മറ്റൊരു മോന് RIC എഞ്ചിനീയറിംഗ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നുണ്ട്. 2ാം വർഷം കഴിഞ്ഞ് 3ാം വർഷത്തിലാണ്. അവൻ്റെ ഒരു അനിയൻ പിന്നെ പാലയിൽ പഠിക്കാൻ പോയിട്ടുണ്ട്. ഈ +2 ഫുൾ മാർക്ക് വാങ്ങിയ മോനാണ്. പിന്നെ 2ാമത്തെ മോളാണ് ഫറൂഖ് കോളേജിൽ പഠിക്കുന്നത്. ഒരു മോനുണ്ട്. മോന് +2 RICയിലാണ്. അങ്ങനെ കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസത്തിൽ കൂടി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മോനാണെങ്കിൽ റിയാദിൽ ഒരു അക്കൗണ്ട് അനലിസ്റ്റ് വർക്ക് ചെയ്യുകയാണ്. മോന് 2 കുട്ടികളാണുള്ളത്. പിന്നെ എൻ്റെ ജ്യേഷ്ഠൻ്റെ മോനാണ് മൻസൂർ മാഷ്. ജ്യേഷ്ഠന് ഒരു മോനാണ്. ഞങ്ങൾക്കല്ല 4 ആൺമക്കൾക്കും 4 ആൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. എനിക്കൊരു മോന്, കാക്കയൊരു മുഹമ്മദ് ഹാജിക്ക് ഒരു മോന്, അബൂബക്കറിന് ഒരു മോന്, അബ്ദുള്ളക്ക് ഒരു മോന്. ഞങ്ങൾക്ക് പിന്നെ മൂത്ത കാക്കയ്ക്ക് 3-4 ആൺകുട്ടികളുണ്ട്. അത് വാപ്പൻ്റെ ആദ്യത്തെ ഭാര്യയായിരുന്നു. അവരെ ഉമ്മ മരിച്ചതിന് ശേഷമാണ് വാപ്പ ഞങ്ങളമ്പലം കല്യാണം കഴിച്ചത്. അതിൽ 8 മക്കളാണുണ്ടായിരുന്നത്. അത് 4 ആണും 4 പെണ്ണുമാണുള്ളത്. പെങ്ങന്മാരിൽ ഉമ്പയ്യത്താത്താണ് വാപ്പൻ്റെ മൂത്ത മകള്. പിന്നെ അബ്ദുറഹ്മാൻ ഹാജി, പിന്നെ ഫാത്തിമത്താത്ത മരണപ്പെട്ടു പോയി. ഞങ്ങളെ വാപ്പൻ്റെ മക്കളിൽ നിന്ന് 1 ആൾ മാത്രമേ മരണപ്പെട്ടു പോയുള്ളൂ. നമ്മളെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട കണ്ടിയിൽ മൂത്താപ്പൻ്റെ മക്കളാണ്, വീരാൻകുട്ടിയാജിൻ്റെ മക്കളാണ് അധികവും മരണപ്പെട്ടു പോയത്. അതിൽ ഇനി അതുള്ളക്കാക്ക് മാത്രമേ ആൺകുട്ടികളായി നിൽക്കുന്നു. ബാക്കിയെല്ലാം ആലിച്ചാപ്പിയുണ്ട്. 2 ആൾ മാത്രമേ ബാക്കിയുള്ളവരെല്ലാവരും മരണപ്പെട്ടു പോയി. അള്ളക്കാക്കാണ് വളരെ സുഖമില്ലാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണുള്ളത്. അള്ളാഹു തആല രോഗങ്ങളൊക്കെ ശരിയാക്കി കൊടുക്കുമാറാവട്ടെ. പിന്നെ ബാക്കിയുള്ള എല്ലാവരും ചിയാപ്പാര മക്കളും ഇവിടെ ഉണ്ട്. അവരൊക്കെ ഓരോരുത്തരെയും കാര്യം സംസാരിച്ചതും കൊണ്ട് ഞാൻ സംസാരിക്കുന്നില്ല. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു.